ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങൾ നേടുന്നതിനെക്കുറിച്ചും ലക്ഷ്യങ്ങളെ പരിമിതപ്പെടുത്തുന്ന കുറേ വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, അതായത് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ, ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്ത ചെറിയൊരു സത്യം പറയുകയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയും ആ ചെയ്ത കാര്യത്തിന് റിസൾട്ട് ഉണ്ടാവുകയും അതിന് അംഗീകാരവും ലഭിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും സന്തോഷവും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ഒന്നും ചെയ്യാതെ, പ്രത്യേകിച്ച് അംഗീകാരങ്ങളൊന്നും കിട്ടാതെ വീടുകളിൽ തളയ്ക്കപ്പെട്ട ഒരുപാട് ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. ഇതൊരു തളയ്ക്കപ്പെട്ടതാണോ ഇനി സ്വയം തളച്ചതാണോ എന്നുള്ളത് മറ്റൊരു ചിന്ത. ഏതായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം, അതിനെന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടാകണം, അതിന് കുറേ ആളുകൾ നമ്മളെ അംഗീകരിക്കണം. അപ്പോൾ ഇനി ആരും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടായാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. വെറുതെ ഇരുന്ന് കളയുന്ന സമയങ്ങളെല്ലാം തന്നെ നാളെ നമുക്ക് ദുഃഖത്തിൻ്റെ കാരണങ്ങളാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ആയുസ്, സമയം എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെട്ടതാണ്. അത് ഓരോ നിമിഷവും കഴിഞ്ഞ് തീർന്ന് പോകുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ സമയം, നമുക്ക് കിട്ടിയ ആയുസ്, എന്തൊക്കെ കാര്യങ്ങൾ മാക്സിമം നമുക്ക് ചെയ്യാൻ കഴിയുമോ, എങ്ങനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമോ അത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ വെറുതെ ഇരുന്ന്, വെറുതെ സമയം കളഞ്ഞ്, വെറുതെ ചിന്തിച്ച്, വെറുതെ വിഷമിച്ച്, വെറുതെ ഒരുപാട് അസുഖങ്ങൾ വാങ്ങി വെക്കുന്നതിന് പകരം വെറുതെ എന്തെങ്കിലും ചെയ്യുക, എന്നിട്ട് അതിനെന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടാവട്ടെ. പണം കിട്ടുമോ കിട്ടുകയില്ലേ എന്നത് രണ്ടാമത്തെ കാര്യം. നല്ലൊരു ടീമിലേക്ക് ജോയിൻ ചെയ്യുക, നല്ലൊരു കൂട്ടത്തിൽ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സിനർജി ഉണ്ട്. എനർജിയും സിനർജിയും ഉണ്ട് അല്ലേ. സിനർജി എന്ന് പറയുന്നത് കൂട്ടത്തിൽ ചേരുമ്പോൾ കിട്ടുന്ന സാധനമാണ്. അങ്ങനെ കൂട്ടത്തിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സിനർജി ഉണ്ട്. ഈ സിനർജി വലിയ മഹത്തരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മൈൻഡ് ട്യൂൺ എഡ്യു ലാബിൽ അഡ്വർടൈസേഴ്സ് എന്ന് പറയുന്ന വലിയൊരു വിങ്ങിനെ തന്നെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുടെ എനിക്ക് വിദ്യാഭ്യാസമില്ല, കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നവർ, അവർക്ക് ഒഴിവ് സമയം കിട്ടുന്ന സമയം എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ, ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും ആ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കും എന്നുള്ളതാണ് സത്യം. ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു ലേഡി പറഞ്ഞു, ഞാൻ ഒരുപാട് ഗുളികകൾ കഴിക്കുന്ന ഒരാളായിരുന്നു, ഒരുപാട് അസുഖങ്ങൾ എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ടീമിലേക്ക് ജോയിൻ ചെയ്തപ്പം ഭയങ്കര സന്തോഷമുണ്ട്, ഇപ്പം ലൈഫിൽ ഭയങ്കര മാറ്റമുണ്ട്. കാരണം ഈ ടീമിൽ കിട്ടുന്ന ഒരു സിനർജി ഉണ്ടല്ലോ, ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, ആ പോസിറ്റിവിറ്റി കൊണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ച് അവർ പറയുകയുണ്ടായി. ഏതായാലും എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്യുക, അത് നല്ലൊരു കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് ചെയ്യുക. നമ്മളെ വളർത്തുന്ന, നമുക്ക് ഉയർച്ച തരുന്ന, നമുക്ക് പോസിറ്റീവ് കിട്ടുന്ന നല്ല ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുക, എന്നിട്ട് അതിന് റിസൾട്ട് ഉണ്ടാവുക, എന്നിട്ട് അതിൽ സന്തോഷിക്കുക. പഠിച്ചവൻ എല്ലാവരെയും ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു.